വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറയുമ്പോഴും കേരളത്തിൽ ഒരു വ്യവസായം പോലും പുതുതായി വരുന്നില്ല. 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്നൊരു സ്ഥാപനം കേരളത്തിൽ വരുന്നില്ല. അപ്പം അതുകൊണ്ട് വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റണം. വ്യവസായങ്ങൾ വരാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഒരുക്കണം. വ്യവസായികൾക്ക് ട്രേഡ് യൂണിയനുകൾ എതിരാണെന്നുള്ള കിംവദന്തി ആ ഒരു പ്രചരണം അവസാനിപ്പിക്കണം. കാരണം നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷത്തെ കണക്കെടുത്താൽ ട്രേഡ് യൂണിയന്റെ ഇടപെടൽ കൊണ്ട് പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ട്രേഡ് യൂണിയന്റെ സമരം കൊണ്ട് പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ 15-20 വർഷത്തെ കണക്കെടുത്താൽ ട്രേഡ് യൂണിയനുകളൊക്കെ വല്ലാതെ മാറി. ഇന്ന് ട്രേഡ് യൂണിയനുകൾ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും സ്ഥാപനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ട്രേഡ് യൂണിയനുകളല്ല കേരളത്തിലെ വ്യവസായം വരാത്തതിൻ്റെ അടിസ്ഥാന കാരണം ഗവൺമെന്റിന്റെ നിലപാടുകളും നയങ്ങളുമാണ്. ഒരു വ്യവസായം വരണമെങ്കിൽ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കണം. അതിനുവേണ്ട അനുമതികളും ഒക്കെ കൊടുക്കാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പ്രവർത്തിക്കണം. കേരളത്തിൽ നമുക്കറിയാം, കിറ്റക്സ് കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് പോയി. എന്താ കാരണം? കിറ്റക്സിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രത്യേകിച്ച് സ്ഥലം MLA-യുടെയും വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ സമീപനം കൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്. അദ്ദേഹം തെലങ്കാനയിൽ പോയി അവിടെ വ്യവസായ സ്ഥാപനം തുടങ്ങി. കണക്കുകൾ പറയുന്നത് 30,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം തെലങ്കാനയിൽ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഇതെല്ലാം സാധ്യമാണ്. പക്ഷെ ഗവൺമെന്റിന്റെ നിലപാട് മാറ്റണം. ഭരിക്കുന്ന പാർട്ടി വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് വരണം.